സിന്ദൂരിനെ കുറിച്ച് 3 സൈന്യങ്ങളുടെയും ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ വാർത്താ സമ്മേളനം നടത്തി. ഇതിനിടയിൽ ഇന്ത്യൻ സൈന്യത്തിലെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം എല്ലാത്തിനും തയ്യാറാണെന്ന്. നമ്മുടെ വ്യോമ പ്രതിരോധ ഗ്രിഡ് സംവിധാനത്തിലേക്ക് പാകിസ്ഥാന് കടന്നുകയറാൻ കഴിഞ്ഞില്ല. ഭീകരാക്രമണങ്ങളുടെ രീതികളിൽ മാറ്റമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സൈന്യത്തോടൊപ്പം സ്വയം പ്രതിരോധിക്കാൻ കഴിയാത്ത നമ്മുടെ നിരപരാധികളായ പൗരന്മാരും ആക്രമിക്കപ്പെട്ടു. 2024 ജമ്മുവിലെ ശിവ്ഗോരി ക്ഷേത്രം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും ഈ വർഷം ഏപ്രിലിൽ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണവും ഈ അപകടകരമായ പ്രവണതയുടെ വ്യക്തമായ ഉദാഹരണമാണ്. പഹൽഗാം വന്നപ്പോഴേക്കും ഈ പാപപാത്രം നിറഞ്ഞിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചടിച്ചു. പാകിസ്ഥാനും ആക്രമിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി അറിയാമായിരുന്നു. അതിനാൽ ഞങ്ങളുടെ വ്യോമ പ്രതിരോധത്തിനുള്ള പൂർണ്ണ തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തിയിരുന്നു. ഞങ്ങൾ തയ്യാറാണെന്ന് രാജീവ് ഗോയ് പറഞ്ഞു. ഞങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം തയ്യാറായിരുന്നു. ഞങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഒരു മതിൽ പോലെ നിന്നു. ആക്രമണത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തി. ആവേശം ഉയർന്നിരിക്കുമ്പോൾ ലക്ഷ്യസ്ഥാനം നിങ്ങളുടെ പാദങ്ങളെയും ചുംബിക്കുന്നു. അതിർത്തി കടക്കാതെയാണ് ഞങ്ങൾ ആക്രമണങ്ങൾ നടത്തിയതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാന്റെ മിസൈലുകൾ തങ്ങൾ വെടിവെച്ചു വീഴ്ത്തി. അവർക്ക് നമ്മുടെ വ്യോമ പ്രതിരോധ ഗ്രില്ലിലേക്ക് തുളച്ചു കയറാൻ കഴിഞ്ഞില്ല. ഭീകരർക്കെതിരെ ഞങ്ങൾ കൃത്യമായ ആക്രമണങ്ങൾ നടത്തി. മെയ് 9, 10 തീയതികളിൽ രാത്രിയിൽ പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടെ വ്യോമസേനയും ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങളെയും ആക്രമിച്ചതായും ലഫ്റ്റനന്റ് ഖായ് പറഞ്ഞു. നമ്മുടെ പോരാട്ടം ഭീകരതയ്ക്കും ഭീകരവാദികൾക്കും എതിരായിരുന്നുവെന്ന് വ്യോമസേനാ മേധാവി എയർ മാർഷൽ AK ഭാരതി പറഞ്ഞതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് മെയ് 7 തങ്ങൾ തീവ്രവാദ ഒളിത്താവളങ്ങൾ ആക്രമിച്ചു. പക്ഷേ പാകിസ്ഥാൻ സൈന്യം തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് ഉചിതമാണെന്ന് കരുതി ഈ പോരാട്ടത്തെ സ്വന്തം പോരാട്ടമാക്കി മാറ്റിയത് നിർഭാഗ്യകരമാണ്. ഈ സാഹചര്യത്തിൽ എന്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായാലും നമ്മുടെ പ്രതികാര നടപടി അത്യന്താപേക്ഷിതമായിരുന്നു. ഇതിന് അവർ തന്നെയാണ് ഉത്തരവാദിയെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.